നമ്മുടെ നാട്ടിൽ ഒരുപാട് ഐക്യമുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയിലും ഉണ്ട് ഐക്യ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂജേഴ്സിയിലുള്ള ഐക്യ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞാൻ ഹൈദരാബാദ് പോയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ന്യൂജേഴ്സിയിൽ ആ ഒരു ഐക്യയിൽ പോകാമെന്ന് വിചാരിച്ച്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ ഇവിടുത്തെ ഐക്യം, സെയിം സാധനങ്ങളൊക്കെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ന്യൂജേഴ്സിയിലെ 3 ഐക്യാണുള്ളത്. അതിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഐക്യയിലേക്കാണ് നമ്മൾ പോണത്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ചങ്ങോട്ട് പോകണമെന്ന് മാത്രം. നമ്മളിന്നൊരു സാറ്റർഡേ ആണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ സാറ്റർഡേ ഒക്കെ ഒരു വൈകിട്ട് 9 മണിക്കൊക്കെയാണ് ക്ലോസിങ് ടൈം. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ധൃതി പിടിച്ചാണ് പോണതേ. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ നടക്കാനൊക്കെ ഉണ്ടല്ലോ. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് നടന്ന് കാണാനുള്ള സമയമൊന്നും കിട്ടില്ല. നമ്മളങ്ങനെ അതേ ഐക്യയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ പാർക്കിംഗ് ഏരിയാസാണ് ഉള്ളത് വണ്ടിയൊക്കെ ഇടാനായിട്ട്. നമ്മളങ്ങനെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ. എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ കണ്ടില്ലേ കാറുകളൊക്കെ. ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു റൂം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചേക്കണ കണ്ട കുറേ ചെയറുകളും ടേബിളുകളൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പം മേളിലെ ഫ്ലോറിലാണ് ഈ ഐറ്റംസുകളൊക്കെ ഉള്ളത്. ആദ്യമേ തന്നെ നമുക്ക് കുറേ ബെഡുകളൊക്കെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബെഡ്റൂമാണ് കൂടുതലും സെറ്റ് ചെയ്തേക്കണത്. ബെഡ്റൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെഡുകൾ, കട്ടിലുകൾ, ബെഡ്ഷീറ്റുകൾ, പില്ലോ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെയാണ് ഒരുപാട് നമുക്ക് ആദ്യമേ തന്നെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഫുള്ളും സെറ്റുകളൊക്കെയാണ്. നോക്കിക്കണ്ടേ, പാത്തൂന് അവിടെ ഒരു പട്ടിക്കുട്ടിയുടെ ബൊമ്മ കണ്ടപ്പോൾ ശരിക്കും പട്ടിക്കുട്ടി ഇരിക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ നാക്കൊക്കെ കണ്ടില്ലേ. നമ്മുടെ നാട്ടിലെ ഫർണിച്ചറിൽ നിന്നും വ്യത്യസ്തം ഉണ്ടായി ഇവിടുത്തെ. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ. പിന്നെ മാത്രമല്ല വിലയൊക്കെ ഭയങ്കര കൂടുതലൊക്കെ തന്നെയാണ്. വില കുറഞ്ഞ ഐറ്റംസുകളൊന്നും ഇവിടെ ഇല്ല, എല്ലാം വില കൂടിയ ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ നമ്മൾ കിച്ചണാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓപ്പൺ ആയിരിക്കുമല്ലോ. ഓപ്പൺ കിച്ചൺ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ റൂം പോലത്തെ കിച്ചൺ ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ ഇവർ സെറ്റ് ചെയ്തേക്കണതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കിച്ചൺ മാത്രമല്ല, ബെഡ്റൂമും ലിവിങ് റൂമും ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കണത് എന്ത് രസമാണെന്ന് അറിഞ്ഞാൽ. പിന്നെ ഈ സോഫ സെറ്റൊക്കെ നമുക്ക് ബെഡായിട്ടും ഉപയോഗിക്കാം. അങ്ങനത്തെ രീതിയിലുള്ള സോഫ സെറ്റുകളൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വീടൊക്കെ വെക്കണ ഒരാളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടും. കാരണം ഇങ്ങനെ ഓരോ ട്രെൻഡ് അനുസരിച്ച് ഇവരിങ്ങനെ ഫർണിച്ചറുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അങ്ങനെയുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഐഡിയ കിട്ടാനൊക്കെ ആയിട്ട്. ഇപ്പോൾ അതേ നമ്മളൊരു സ്റ്റിച്ചിങ് റൂമിൻ്റെ ആട്ടോ വന്നേക്കണത്. അതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. അവിടെ ഒരു സ്റ്റിച്ചിങ് മെഷീനും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ ആ ഒരു റാക്കിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണുണ്ട്. അതേപോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഓരോ വീഡിയോ ഗെയിമിൻ്റെ ഓരോരോ റൂമുകൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ കിട്ടാം. പിന്നെ നമ്മൾ കണ്ടത് ഈ ചെയറുകളാണ്. ഈ ഓഫീസ് ചെയറില്ലേ, നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണവർക്കൊക്കെ ഇതുമാത്രത്തെ ചെയറുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. എല്ലാത്തിനും നല്ല റേറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ. നല്ല അടിപൊളി കിച്ചണാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഫുള്ള് എല്ലാം ഒരു പാത്രങ്ങളൊക്കെ വെച്ച് ഫ്രിഡ്ജിലാണെങ്കിലും എല്ലാ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കണമെന്നൊക്കെ തോന്നും. നല്ല രസമാണ് ഓരോന്ന് സെറ്റ് ചെയ്തേക്കണത്. നമ്മളങ്ങനെ ഇപ്പോൾ അതേ പകുതി ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കഫ്റ്റേരിയ കണ്ടേക്കാണ്. ഇത് സ്വീഡിഷ് ഫുഡുകൾ കിട്ടണ കഫ്റ്റേരിയ ഉണ്ട് ഇവിടെ. നമ്മളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. കാരണം കുറേ നേരം ആയല്ലോ നടക്കലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച ഇവിടെ വന്നത്. പക്ഷേ എങ്കിൽ ഇത് ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ നമ്മളിതേ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ 2 ചോക്ലേറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കനും ഫ്രൈസും വാങ്ങി. പിന്നെ വേറെ കുറേ ഫുഡൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കൂല. അതുമാതിരത്തെ സ്വീഡിഷ് ഫുഡുകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ്. കാര്യം ക്ലോസ്ഡ് ആവാറായിട്ടുണ്ടെങ്കിലും കുറച്ചേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച്.
അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ കുറേ ടോയ്സുകളൊക്കെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ടോയ്സുകളൊക്കെ നമ്മൾ ഹൈദരാബാദ് പോയപ്പോഴും അവിടുത്തെ ഐക്യയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അത്. നമ്മളത് കൈ കൊണ്ട് തൊടുമ്പോൾ അത് പഞ്ഞി പോലെ ഇരിക്കും. ഇവിടെ ഒരു പൂച്ചയുടെ ഒരു ടോയ് കണ്ടില്ലേ, ഇത് തന്നെ സെയിം നമ്മൾ ഹൈദരാബാദ് പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നേ. അന്നത് പാത്തുന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളിരുന്ന് ഇങ്ങനെ പറയണമായിരുന്നു നമ്മൾ അവിടെ കണ്ടതാണല്ലോ എന്നൊക്കെ. അങ്ങനെ അന്ന് കണ്ട കുറേ ഐറ്റംസുകളൊക്കെ നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണാത്ത കുറേ വേറെയും പ്രൊഡക്റ്റുകളും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ വെറൈറ്റി കുറേ സാധനങ്ങളും നമ്മളിവിടെ കണ്ടേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ അതേ ലാസ്റ്റ് നമ്മൾ കിച്ചൻ്റെ സെക്ഷനിലേക്കാണ്ട് വന്നേക്കണം, കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടണ കുറേ പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇവിടെ ഉള്ള ഒരു കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പാത്രങ്ങളൊക്കെ. പിന്നെ കുറേ ലൈറ്റുകൾ, അങ്ങനെ പല പല സെക്ഷനുകളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഒരുപാടുണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഈ ഐക്യയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നല്ല വശം കിടും. അതിന് മാത്രം നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ കുറേ അങ്ങനെ നടന്നു. കുറച്ച് 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടാ. ഒരുപാടൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ സാധനം വാങ്ങാനല്ല മെയിനായിട്ട് ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ വന്ന. പക്ഷേ എങ്കിൽ എത്ര വന്നാലും നമ്മളിതൊക്കെ ഒന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു പോകുമല്ലോ. നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ഐക്യനോട് ചേർന്ന് തന്നെയാണ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് പോണ രംഗമാണ് ആ കണ്ടത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. ഇങ്ങനെ മുട്ടിന് എപ്പോൾ നോക്കിയാലും ഫ്ലൈറ്റുകൾ പോണത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടുതലും കണ്ടത് ഈ ആളുകളൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കാറിൽ കയറ്റണതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ മിക്ക ആളുകളും സ്വന്തം കാറിൽ തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ കുറേ നേരം അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലോസിങ് ടൈമൊക്കെ ആയിട്ടുണ്ടായി. ഞങ്ങളാണ് തോന്നണത് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. ഇത് കണ്ടില്ലേ, വണ്ടിയുടെ പാർക്കിംഗ് ഏരിയാസിൽ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഐക്യയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അതൊക്കെ അവൈലബിൾ ആണല്ലോ. നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അവർ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ നാട്ടിലും ഒരേപോലത്തെ ഒരേ രീതികളൊക്കെ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അമേരിക്കയിലെ പുതിയൊരു കാഴ്ചയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.